ഇത് ചർച്ചാണ് ഗൈസ് ഇതിൻ്റെ മേളിൽ. ഇതെന്താണെന്ന് ആർക്കറിയാം? ഇതെന്നതായിരുന്നായിരിക്കും? ഒരു പിടുത്തവും ഇല്ല ഗൈസ്. ഇവിടെ എന്താണ്ടൊക്കെയോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ? Nada. Dia de Portugal. Yeah. Aquela igreja. É isso. Aí em cima, não é? Lá em cima. ഈ മണ്ടൻ അത്രയും വയസ്സൊന്നുമില്ല. ഈ മണ്ടൻ പറയുന്നത് ചുമ്മാ വിശ്വസിക്കൊന്നും വേണ്ട. പക്ഷേ ഇതാണ് ഗൈസ്. പക്ഷേ ഇവിടെ കുരിശൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഹോസ്പിറ്റലായിരിക്കും. ഹോസ്പിറ്റലിൻ്റെ ചിഹ്നമാണല്ലോ നമ്മുടെ. അയ്യോ എൻ്റെ ദൈവം, ഇതിനകത്തോട്ടൊക്കെ എങ്ങനെ ഇവന്മാർ കയറി പോകുമോ എന്തോ. ഇത് കണ്ടോ അമ്പേ, ഹോസ്പിറ്റലാന്ന് തോന്നുന്നു. അത് തന്നെ ഹോസ്പിറ്റലാണ്. ഇത് കണ്ടില്ലേ പണ്ടത്തെ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? മലേറിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഇവിടെ. എത്ര പേരിരുന്ന് പോയതായിരിക്കും. ക്ലിനിക്കാണ്. ഇത് കണ്ടില്ലേ? ഇതെന്നായിരുന്നായിരിക്കും ആർക്കറിയാം? ഒരു പിടുത്തവുമില്ല. ഇതൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ എന്നായിരുന്നായിരിക്കും. കണ്ടില്ലേ? ഇതെന്നാന്ന് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. പക്ഷേ ഇത് ഹോസ്പിറ്റലായിരുന്നു. ഇത് ഹോസ്പിറ്റലായിരുന്നു സാമി. ചെയർ നോക്കിക്ക്. എൻ്റെ പൊന്നെ, അന്നത്തെ കാലത്ത് അവന്മാർ പണിഞ്ഞെടുത്തത്. ആയി സീമ era casa? Não é onde vivia os trabalhadores. Todas as casas que estão. Também aí. Esse lado também é. ഇത് ഹോസ്പിറ്റലിൽ ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന അവിടെയാണ്. അമ്പേ, ഇതൊക്കെ എന്നതൊക്കെയാണ്. ഇവിടെ നോക്കിയാലും കാണാൻ അടിപൊളിയാണ് ഗൈസ്. കണ്ടില്ലേ? ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഒന്നല്ല, പാമ്പുണ്ടോന്ന്. എടാ സ്വാമി, ഇത് നോക്കിക്കേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ബത്താർജ് കൊമസ്കേ അങ്ങനായിരിക്കും. വാട്ടർ ടാങ്കായിരുന്നായിരിക്കണം. ഇത് കണ്ടില്ലേ? രണ്ടെണ്ണം നിൽക്കുന്ന കണ്ടില്ലേ? സമ്മതിക്കണം. കണ്ടില്ലേ? ഇതൊക്കെ ഇപ്പം ഇവിടെ ആൾക്കാർ കിടക്കുന്ന സ്ഥലം. തമ്പുരാനെ, പാമ്പില്ലാതിരുന്നാൽ മതിയായിരുന്നു. ഇതേ പണ്ടത്തെ ജോലിക്കാരുടെയൊക്കെ അടുപ്പാണ്. ആശുപത്രിയിൽ താമസിച്ചുകൊണ്ടിരുന്നവരുടെയൊക്കെ അടുപ്പ്. കണ്ടില്ലേ? സമ്മതിക്കണം. അന്നൊക്കെ ഇവിടെ വാർത്ത് നോക്കി നീറ്റ് ആൻഡ് ക്ലീനാണ്. അന്നത്തെ കാലത്ത് ഇവിടെയൊക്കെ എത്ര പോർച്ചുഗീസുകാർ വന്ന് കടന്നായിരിക്കും. ഇത് നോക്കി. ഇത് മറ്റേ ആ പാട്ട് ഇടണം. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മോളം കുളിരേ. അടിപൊളിയല്ലേ? ഓ ഗൈസ് അടിപൊളി വ്യൂ. എന്നാ സ്വാമി? എന്താ ഇതിനകത്ത് നമുക്ക് മറ്റേ കിളിയെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ഇപ്പം. മറ്റേ അത് നമുക്ക് ഇൻസ്റ്റയിൽ ഇടാം. എന്നതാണോ അത്? എന്നാന്ന് ആർക്കറിയാം. നല്ല ഡെപ്തുണ്ട് ഗൈസ്. നമുക്ക് ഭയങ്കര കുഴിയാണ്. നോക്കി, അടിപൊളിയല്ലേ? ഇവിടെയൊക്കെ അടിപൊളിയായിരുന്നായിരിക്കും. ഇവന്മാരൊക്കെ ജീവിച്ച ജീവിതമൊക്കെ അടിപൊളിയായിരുന്നായിരിക്കും പോർച്ചുഗീസുകാർ. ദോ വരാം റിവർ ഉണ്ടെന്ന് പറയുന്നുണ്ട് സ്വാമി അവിടുന്ന്. ഇവിടുന്ന് കാണുന്നില്ലല്ലോ സ്വാമി. കാണത്തില്ലേ? റിവർ അതിലെ കൂടെ പോണേന്ന് പറയുന്നത്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വാമി, ഇവന്മാർ ഇവിടെ വന്നിട്ട് ഈ തണുപ്പിനൊക്കെ ഇവിടെ ആ സമയത്തൊക്കെ തണുപ്പത്ത് എന്നായിരിക്കും ചെയ്തുകൊണ്ടിരുന്നത്.
ജോലിക്കാർ ഇവിടെ വന്ന് വെച്ചിട്ട് അവിടെ പോയി നല്ല അടിപൊളിയായിരിക്കുമല്ലോ, അതൊരു പാറ. പക്ഷേ അവിടെ വല്ല പാമ്പും ഉണ്ടെങ്കിലോ, വെറുതെ ആയിരുന്നെങ്കിൽ പോകാമായിരുന്നു. പോട്ട് ഇതുണ്ട് ഒരു കള്ളൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ നിന്നും പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. നമുക്കൊരു വീഡിയോ, ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റയിലിടാൻ ഒരു വീഡിയോ എടുക്കട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പോകുമ്പം അങ്ങനെ കാണുന്ന പരിപാടി. ഓക്കെ.